മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുമ്പോൾ അങ്ങനെ ഒരു വലിയ ധീരമായ ഒരു തീരുമാനം, ധീരമായ ഒരു ദൗത്യത്തിന്റെ ഭാഗമാവുക, വലിയൊരു തീരുമാനം എടുക്കുക, അതിന് ആ കുടുംബത്തിന് കഴിയുക, അതിന് സന്നദ്ധത അറിയിക്കാൻ അവർ മാനസികമായി തയ്യാറാവുക എന്നത് തന്നെ വലിയൊരു വിപ്ലവമാണ് എന്നൊരു തിരിച്ചറിവ് ഉറപ്പായി നമുക്കുണ്ടാകുന്നുണ്ട്. അങ്ങനെ ആ കുരുന്നിന്റെ പല ചിത്രങ്ങൾ, ചിരിച്ചുകൊണ്ടുള്ള അനേകം ചിത്രങ്ങൾ കാണുമ്പോൾ എത്ര വേദനിക്കുന്നുണ്ടാവും. ആ ചിത്രം കണ്ട് ആ കുരുന്നിന്റെ വിയോഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ, ഒരു ദൃക്സാക്ഷി പോലും അല്ലാതെ കേൾക്കുമ്പോൾ പോലും എത്ര വേദന നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുണ്ട്, നെഞ്ചുപൊടിയുന്ന വേദന നമുക്ക് പോലും തോന്നുന്നുണ്ട്. അപ്പോൾ അവരുടെ കുടുംബം എത്ര വേദന അനുഭവിക്കുന്നുണ്ടാകും. അവരുടെ യാത്ര തന്നെ എത്ര സന്തോഷത്തിലുണ്ടായിരുന്ന യാത്രയാണ് ആ അപകടത്തിലും ദുരന്തത്തിലും പര്യവസാനിച്ചത്. അതിൽ ഈ കുരുന്നിന്റെ ജീവൻ ഇങ്ങനെ അകാലത്തിൽ നഷ്ടമായി പോവുക. അപ്പോൾ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നു, ഇതിന് ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന്, ഇനി എന്താണ് വേണ്ടത് എന്ന് ഡോക്ടർമാരോട് ചോദിച്ചു അത്രേ. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനമെടുക്കൂ. അധികം വൈകാതെ തന്നെ അവരുടെ മറുപടി എത്തി, ഞങ്ങൾ ഇതിന് സന്നദ്ധരാണ്. കുറേയധികം കുരുന്നുകൾക്ക് ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി അറിയിക്കുന്നത് 4 പേരുടെയെങ്കിലും ജീവിതത്തിലേക്ക് അവരുടെ ജീവനും ജീവിതവും തിരിച്ചു പിടിക്കുന്ന 2 വൃക്കകളും തകരാറിലായ ഒരു കുരുന്നിന് ഇത് സഹായകരമാകും, ഹൃദയവാൽവ് സഹായകരമാകും. അങ്ങനെ എത്ര അവയവങ്ങൾ. അപ്പോൾ അത്രയും കുരുന്നുകളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയിട്ടാണ് ആലിൻ വിട പറഞ്ഞു പോകുന്നത്. ആ 10 മാസം പ്രായമുള്ള ആ മകൾ, ആ കുരുന്ന് വിട പറഞ്ഞു പോകുന്നത്. എക്കാലവും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ, കേരളത്തിന്റെ ആകെ ചരിത്രത്തിൽ ഒരു നിത്യതാരകമായി ആ കുരുന്ന് നമ്മുടെ സ്മരണകളിൽ, ഓർമ്മകളിൽ ഉണ്ടാകും. ജീവിക്കുന്ന കുറെ കുഞ്ഞുങ്ങൾക്ക് ജീവനിലേക്ക് കൈപിടിച്ച് കയറ്റാൻ വെളിച്ചം പകർന്നിട്ടാണല്ലോ ആ കുരുന്ന് വിട പറഞ്ഞു പോകുന്നത്. ഉറപ്പായും ആ കുരുന്നിന്റെ വിയോഗം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ പോലും അങ്ങനെ അപ്രതീക്ഷിതമായി ഈ കാര്യം സംഭവിക്കുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനും അതിനുവേണ്ടി ഇത്രയധികം സമയം ആ കുരുന്നിനെ ആശുപത്രിക്ക് വിട്ടു നൽകാനും ആ ശസ്ത്രക്രിയയുടെ സമയം അത്രയും കാത്തിരിക്കാനും ഒക്കെ ഒരു മാനസികാരോഗ്യം നേടുക, അല്ലെങ്കിൽ അതിന് സ്വയം സന്നദ്ധരാവുക, തയ്യാറാവുക എന്നത് നിസ്സാരമായ കാര്യമേ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. കാരണം ഇങ്ങനെ സംഭവിച്ചാൽ എപ്പോഴാണ് പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്, മസ്തിഷ്ക മരണം സംഭവിച്ചാൽ പിന്നീട് എന്താണെന്ന് നമുക്കറിയാം. വെന്റിലേറ്റർ മാറ്റുന്നു, അല്ലെങ്കിൽ ആ കുരുന്നിനെ സംബന്ധിച്ച് ഒരു കുരുന്നിന്റെ ആരോഗ്യം സംഭവിച്ച് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക എന്നത് മാത്രമാണ് പിന്നെ അവശേഷിക്കുന്ന ഒരു കാര്യം. അത് സ്ഥിരീകരിച്ചാൽ, അങ്ങനെ ഒരു കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയാം ഇത്തരം ഒരു കാര്യങ്ങൾക്കൊക്കെയായി വിട്ടു നൽകുക, അതിനുവേണ്ടി സന്നദ്ധമാവുക, അതിനുവേണ്ടി മാനസികമായി തയ്യാറാവുക എന്നൊന്നും വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല. അത്തരം ഒരു ഘട്ടത്തിലും ആ കുടുംബം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ്. ഇത്രയധികം കുരുന്നുകളെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ തങ്ങളുടെ പൊന്നോമനയുടെ സാന്നിധ്യം കൊണ്ട്, ഈ ലോകത്തെ വളരെ ചുരുങ്ങിയ സമയമാണല്ലോ ആയുസ്, ആ ചുരുങ്ങിയ സമയം കൊണ്ട് അത്രയും മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം പകർന്നിട്ട് കടന്നു പോകട്ടെ. ആ ഓർമ്മകൾ മാത്രം മതി, ഇനി ആലിനെ കുറിച്ചുള്ള ഈ ഓർമ്മകൾ മാത്രം മതി. തുടർന്ന് അങ്ങോട്ടേക്ക് അവളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾക്ക്, അവളെക്കുറിച്ചുണ്ടായിരുന്ന പ്രതീക്ഷകൾക്ക്, അവളോടൊപ്പുണ്ടായിരുന്ന അനുഭവങ്ങളെയൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് ജീവിച്ചു പോകാൻ എന്ന് ആ കുടുംബത്തിന് തീരുമാനിക്കാൻ കഴിയുന്നു എന്നത് നിസ്സാരമായ ഒരു കാര്യമേ അല്ല. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഇനി അങ്ങോട്ടേക്കുള്ള അവയവദാനത്തെ സംബന്ധിച്ച് പലതരം സമ്മതപത്രങ്ങൾ ഒപ്പിടൽ ക്യാമ്പയിൻ വരെ ഒരു കാലത്ത് കേരളത്തിൽ നടന്നിരുന്നു. കാരണം അവയവദാനത്തെ സംബന്ധിച്ച് നമുക്ക് പലതരം മുൻവിധികളും ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെയുണ്ട്. അത് ഓരോ ആളുകളുടെ ബോധ്യങ്ങളാണ്. പക്ഷെ അപ്പോഴും തിരിച്ചറിയുന്ന മനുഷ്യരൊക്കെ അങ്ങനെ അതിന് സന്നദ്ധരായി വരികയായിരുന്നു. ഓരോ കാലത്തും ഈ ക്യാമ്പയിൻ തുടങ്ങി വെച്ച കാലമുണ്ട്. ആ ഘട്ടത്തിൽ ആരും തന്നെ ഇതിനൊന്നും സന്നദ്ധരായിരുന്നില്ല. പലപ്പോഴും അടുത്ത ബന്ധുക്കൾ, വളരെ അടുത്ത ബന്ധുക്കൾക്ക് ചില അവയവദാനം ചെയ്യുന്നതൊഴിച്ചാൽ അതൊന്നും നമ്മുടെ നാട്ടിൽ സാധാരണമേ ആയിരുന്നില്ല. ആ ഘട്ടവും നമ്മൾ പിന്നിട്ട് ഇത്രയും ചെറിയ കുരുന്നിന്റെ കാര്യത്തിൽ ഇത്രയധികം സമയമൊക്കെ കാത്തിരുന്ന് ഇതിന് സന്നദ്ധരാകാൻ കഴിയും വിധം നമ്മുടെ സമൂഹത്തിനുണ്ടായ മാറ്റത്തെക്കുറിച്ച് കൂടിയാണ് പ്രധാനം. മറ്റൊന്ന്, ഇത് നമ്മുടെ നാട്ടിനാകെ നൽകുന്ന സന്ദേശം, ലോകത്തിന് മുൻപിൽ നമ്മുടെ നാട് നൽകുന്ന ഒരു മാതൃക. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ കുടുംബം വലിയ സല്യൂട്ട് അർഹിക്കുന്നുണ്ട്. കാരണം വളരെ ബഹുമാനത്തോടുകൂടി മാത്രമേ നമുക്ക് അവരെ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. അവരുടെ വേദനയിൽ ഒപ്പം ചേർന്ന്, അവരുടെ ഹൃദയവേദനയിൽ നമ്മളും പങ്കാളികളാകുമ്പോഴും ആ വേദനയിൽ നമ്മളും ഒരുമിച്ച് അവരെ ഓർത്ത്, അവരുടെ ദുഃഖമോർത്ത് നമുക്കും വലിയ വേദനയും ദുഃഖവും ഹൃദയവേദനയും ഒക്കെ തോന്നുമ്പോഴും 10 മാസം പ്രായമുള്ള ഒരു കുരുന്നിന്റെ മാതാപിതാക്കൾക്ക് ആ കുരുന്നിനെ നഷ്ടപ്പെടുന്ന വേദനയുടെ ആഴവും പരപ്പും അളവും എത്രയാണ് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ട് എങ്കിൽ പോലും അവരുടെ വേദനയ്ക്കൊപ്പം നിൽക്കുമ്പോഴും അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോഴും അവരെടുത്ത സുധീരമായ ഒരു തീരുമാനം ഈ നാടിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറുന്നു എന്നത് വളരെ പ്രധാനമായും ഈ സന്ദർഭത്തിൽ പറയാതെ പോവുക തരമില്ല. അവരെ പേരെടുത്ത് തന്നെ പറയണം എന്ന് ഞാൻ കരുതുകയാണ്. അവരുടെ പേര് എൻ്റെ കൈവശമുണ്ട്, ആ പേരും ഞാൻ പറയാം. ആലിൻ്റെ മാതാപിതാക്കൾ അവരങ്ങനെ ഒരു വലിയ തീരുമാനം എടുക്കുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായും വളരെ ബഹുമാനം അർഹിക്കുന്ന കാര്യമാണ്. ഞാൻ അവരുടെ പേര് കൂടി പറയാൻ ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഈ ഘട്ടത്തിൽ ഒന്നും അവരുടെ പേര് പറഞ്ഞില്ല.
ഈ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ 10 മാസം പ്രായമുള്ള കുരുന്നിന്റെ മാതാപിതാക്കളുടെ പേര് അരുൺ എബ്രഹാം, അമ്മയുടെ പേര് ഷെറിൻ ആൻഡ് ജോൺ എന്നാണ്. ആ രണ്ടുപേരും അരുൺ എബ്രഹാം, ഷെറിൻ ആൻഡ് ജോൺ അവർ മല്ലപ്പള്ളിക്കാരാണ്, പത്തനംതിട്ട മല്ലപ്പള്ളിക്കാരാണ്. അവരോട് പറയുകയാണ്, നിങ്ങളുടെ ദുഃഖത്തിൽ, നിങ്ങളുടെ വേദനയിൽ നിങ്ങളുടെ കരളിന്റെ കഷ്ണം വേർപെട്ടു പോകുന്നത് വലിയൊരു ദുഃഖ ഘട്ടത്തിലാണ് നിങ്ങൾ ഉള്ളത് എന്നറിയാം. പക്ഷേ ആ വ്യതയോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത നിങ്ങളുടെ മകൾ എക്കാലത്തും വെറും 10 മാസത്തെ ആയുസ്സുകൊണ്ട് മാത്രം ചരിത്ര പുസ്തകങ്ങളിലേക്ക് അവൾ നടന്നു കയറിയിട്ടുണ്ട്. ഉറപ്പായും ഒരു നക്ഷത്രമായി, ഒരു താരകമായി ആകാശത്ത് ഉദിച്ചുയരും എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുമല്ലോ. അങ്ങനെ നിങ്ങളുടെ മകൾ മലയാളത്തിന്റെ മകളായി എക്കാലവും ഓർമ്മിക്കപ്പെടും എന്ന് പറയുകയാണ്. നിങ്ങളുടെ ദുഃഖത്തോട്, നിങ്ങളുടെ വേദനയോട് പങ്കുചേർന്നുകൊണ്ട് തന്നെ നിങ്ങളെടുത്ത സുധീരമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുക എന്നത് ആലോചനയിൽ പോലും അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഇരുവരോടും പറയുകയാണ് അരുൺ എബ്രഹാം, ഷെറിൻ ആൻഡ് ജോൺ. ഇരുവരും അവരുടെ കുടുംബവും ഒക്കെ കടന്നു പോകുന്ന വലിയ വ്യഥ, ദുഃഖം, വേദന ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ പോലും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുക, മകളുടെ ജീവൻ തന്നെ പകുത്തു കൊടുത്തുകൊണ്ട് അനേകം കുരുന്നുകളെ, അനേകം എന്ന് പറയുമ്പോൾ 4 പേരും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ പ്രിയപ്പെട്ടവരും അടങ്ങുന്ന അനേകം മനുഷ്യരും, ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച നമ്മൾ മുഴുവൻ മലയാളികളും, ഈ ലോകത്തുള്ള അനേകം മനുഷ്യരും അതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്ന വലിയ മാതൃകയുടെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അനേകം മനുഷ്യർക്ക് ഈ മാതാപിതാക്കളുടെ കുരുന്ന് വെളിച്ചം പകർന്നിട്ടാണ് കടന്നുപോയത്. അപ്രതീക്ഷിതമായ ആ ദുരന്തം, ഒരു അശ്വനിതവാദം പോലെ അവരെ ഇങ്ങനെ കടന്നു പിടിക്കുമ്പോഴും അങ്ങനെ ഒരു ദുരന്തത്തിലേക്കൊക്കെ പര്യവസാനിക്കുമ്പോഴും നമ്മൾ എത്രയോ അപകടങ്ങളും ദുരന്തങ്ങളും കാണുന്നു. അതിൽ ചിലത് ഈ വിധം മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു വെളിച്ചം പകരാൻ കഴിയുക എന്നത് നിസ്സാരമല്ല. 10 മാസം കൊണ്ട് ഈ ഭൂമിയിൽ, 10 മാസം മാത്രമല്ല, അത്രയും ചുരുങ്ങിയ ആ സന്ദർഭം, ഗർഭപാത്രത്തിലെ സമയത്തേക്കാൾ ഒരു അല്പം കൂടി സമയം, ഉരുവാകുന്ന സമയത്തേക്കാൾ ഒരു അല്പം കൂടി സമയം, അത്രയും സമയമേ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ളൂ. ആ സമയം കൊണ്ട് മലയാളം ഇങ്ങനെ, നമ്മളും ഇങ്ങനെ ആവർത്തിച്ച് ആലിനെ കുറിച്ച് ആ പേരിൽ പോലും ഒരു വല്ലാത്ത ആകർഷണീയതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരുവളായി, ഒരു മാലാഖ കുട്ടിയായി അവൾ വിട പറഞ്ഞു പോയി എന്നതാണ്. ആ വിയോഗം ഇനി നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ, യാഥാർത്ഥ്യം ഇനി ഉൾക്കൊള്ളാതിരിക്കാൻ തരമില്ലല്ലോ. അപ്പോഴും ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ ആ 4 കുരുന്നുകളുടെ ജീവനിലേക്ക്, ജീവിതത്തിലേക്കൊക്കെ ആ കുഞ്ഞിന് വെളിച്ചം വീശാൻ കഴിഞ്ഞു. ഇതൊരു വല്ലാത്ത മാതൃകയും തിരിച്ചറിവുമാണ്. മനുഷ്യരെന്ന നിലയിൽ ഇങ്ങനെ കരുണയെ പങ്കുവെക്കാൻ കഴിയുക എന്നത് ചെറിയ കാര്യമല്ല. അവരുടെയും ചുറ്റുവട്ടത്തുള്ള മനുഷ്യരുടെയും ഒക്കെ കരുണ കൊണ്ടാണ് ഈ നാട് മുന്നോട്ട് പോകുന്നത് എന്ന വലിയ സന്ദേശം ഇതിലുണ്ട്.